മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന്റെ മാനദണ്ഡം അറിയിക്കണമെന്ന് ഹൈക്കോടതി. മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് കണക്കുകൾ സർക്കാർ ഹാജരാക്കണം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയത്. കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാടറിയിക്കണമെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, സർക്കാർ കണ്ട അത്ര ലാഘവത്തിലല്ല ഈ വയനാടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ എസ്റ്റിമേറ്റ് കണക്ക് എന്ന രീതിയിൽ പുറത്തു വന്ന ആ ഒരു കണക്കിനെ കോടതി കാണുന്നത്. സർക്കാർ അത് എസ്റ്റിമേറ്റ് തുകയാണെന്നും മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നും ഒക്കെ പറയുമ്പോൾ കോടതി പറയുന്നത് എസ്റ്റിമേറ്റ് തുക കണക്കാക്കുമ്പോൾ എങ്ങനെ തുക വകയിരുത്തും എന്നുള്ളത് കൃത്യമായി പറയണം എന്നാണ് കോടതി പറയുന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം ലഭ്യമാക്കണമെന്ന് അമിക്കസ് ക്യൂറി ഇന്ന് പറയുകയുണ്ടായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന്റെ മാനദണ്ഡം എന്താണ് എന്നറിയിക്കണമെന്ന് ഇപ്പോൾ കോടതി പറയുന്നു. വെറുതെ മാധ്യമങ്ങൾ നൽകിയ വാർത്തയല്ല, അതിനപ്പുറം കോടതിക്കും ചില സംശയങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് കണക്കുകൾ സർക്കാർ ഹാജരാക്കണം. അതും കോടതി പറയുന്നു. 75,000 രൂപയൊക്കെ എസ്റ്റിമേറ്റ് തുകയൊക്കെ സർക്കാർ കാണിച്ചിരുന്നു. അത് ദഹിക്കാൻ കോടതിക്കും അത്ര കണ്ട് ദഹിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുകയും അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് പറയുന്നു. കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാടറിയിക്കാനും ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.